ഒരു സിനിമ കണ്ടിരിക്കുമ്പോൾ ഇതൊരു റീമേക്ക് അല്ലേ എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾ കണ്ട സിനിമ ഒരു റീമേക്ക് ആയിരിക്കും. എന്താണ് റീമേക്ക്? ലളിതമായി പറഞ്ഞാൽ മുമ്പ് നിർമ്മിച്ച ഒരു സിനിമയെ വീണ്ടും പുതിയ രൂപത്തിൽ അവതരിപ്പിക്കുന്നതിനെയാണ് റീമേക്ക് എന്ന് പറയുന്നത്. ആനിമേഷൻ സിനിമകൾ ലൈവ് ആക്ഷൻ ആക്കുക, പഴയ ക്ലാസിക്കുകൾ പുതിയ കാലത്തിനനുസരിച്ച് മാറ്റിയെഴുതുക, അന്യഭാഷാ ചിത്രങ്ങൾ മറ്റൊരു ഭാഷയിലേക്ക് മാറ്റുക എന്നിങ്ങനെ പലതരം റീമേക്കുകളുണ്ട്. റീമേക്കുകളുടെ ചരിത്രം. ലോകത്തും ഇന്ത്യയിലും റീമേക്കുകൾ സിനിമാ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ളതാണ്. 1896-ൽ പുറത്തിറങ്ങിയ നിശബ്ദ ഹ്രസ്വചിത്രം ഉൻ പാട്ടിയുടെ കാർഡ്സ് ആണ് ആദ്യത്തെ റീമേക്ക് എന്ന് കരുതപ്പെടുന്നു. ഇത് ലൂമിയർ സഹോദരന്മാരുടെ 1895-ലെ പാർട്ടി ഡി കാർഡ്സ് എന്ന ചിത്രത്തിന്റെ റീമേക്ക് ആയിരുന്നു. ആദ്യത്തെ ഫീച്ചർ ഫിലിം റീമേക്ക് 1918-ൽ പുറത്തിറങ്ങിയ ദ സ്കോമാൻ ആണ്. ഇതിന്റെ 1914-ലെ പതിപ്പും ഇതേ സംവിധായകൻ സെസിൽ ബി ഡീമില്ലെ തന്നെയായിരുന്നു സംവിധാനം ചെയ്തത്. 1931-ൽ അദ്ദേഹം ഇത് ശബ്ദചിത്രമായി വീണ്ടും റീമേക്ക് ചെയ്തു. ഇന്ത്യയിൽ ആദ്യത്തെ റീമേക്ക് ദാദാസാഹിബ് ഫാൽക്കെ സംവിധാനം ചെയ്ത സത്യവാദി രാജ ഹരിശ്ചന്ദ്ര 1917 ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് അദ്ദേഹത്തിന്റെ തന്നെ 1913-ലെ ശ്രദ്ധേയമായ ചിത്രമായ രാജാ ഹരിശ്ചന്ദ്രയുടെ റീമേക്കായിരുന്നു. മലയാളത്തിലെ ആദ്യത്തെ റീമേക്ക് 1941-ൽ പുറത്തിറങ്ങിയ പ്രഹ്ലാദയായിരുന്നു. ഇത് 1939-ലെ തമിഴ് ചിത്രത്തിന്റെ റീമേക്കായിരുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ റീമേക്ക് ചെയ്യപ്പെട്ട ചിത്രം ഇറ്റാലിയൻ സിനിമയായ പെർഫെക്റ്റ് സ്ട്രേഞ്ചേഴ്സ് ആണ്. 5 വർഷത്തിനുള്ളിൽ 24 തവണയാണ് ഈ ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടത്. ഇതിന്റെ ഒരു റീമേക്കാണ് ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ മലയാള ചിത്രം ട്വൽത്ത് മാൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റീമേക്ക് ചെയ്യപ്പെട്ട ചിത്രം കന്നഡ ചിത്രം നുവോസ് തെല്ലറിന്റെ നേനൊത്തെൻഡാനെയാണ്. 9 ഭാഷകളിലാണ് ഈ ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടത്. പ്രഭുദേവയുടെ സംവിധാന അരങ്ങേറ്റം കൂടിയായിരുന്നു ഇത്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ റീമേക്ക് ചെയ്യപ്പെട്ട ചിത്രം ദൃശ്യമാണ്. മന്ദാരിൻ സിംഹളീസ് ഉൾപ്പെടെ 6 ഭാഷകളിൽ ഈ ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടു. കൊറിയൻ ഹോളിവുഡ് റീമേക്കുകൾ പുറത്തിറങ്ങുകയാണെങ്കിൽ ഇത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റീമേക്ക് ചെയ്യപ്പെട്ട ചിത്രമായി മാറിയേക്കാം. റീമേക്കുകളെക്കുറിച്ച് പറയുമ്പോൾ ഹോളിവുഡ് മനസ്സിലേക്ക് വരും. എന്നാൽ ആദ്യകാലങ്ങളിൽ ഇത് നേർ വിപരീതമായിരുന്നു. ഒരു സുൽത്താനാണ് ഏത് ഇത് പോലീസ് സ്റ്റേഷനാണ്, അല്ല നിന്റെ ബാപ്പയുടെ വീടല്ല. पुलिस स्टेशन है, तुम्हारे बाप का घर नहीं। देखा ही नहीं सर, आपने कभी देखा है मुझे ऐसे कपड़े पहनते हुए? पर जो गलती आपसे हुई है ना सर, बहुत से लोगों से होती रहती है. जिसे आपने देखा वो राम प्रसाद नहीं था, वो था लक्ष्मण प्रसाद दशरथ प्रसाद शर्मा, मेरा जुड़वा भाई. അത് ഞാനല്ലെന്ന് പറയേണ്ടി വന്നതിൽ അതിയായി ഖേദമുണ്ട്. പിന്നെ അത് പൂങ്കുന്നത്തുകാവ് പുലികിടന്ന മടയിൽ മാർത്താണ്ഡൻ ഗിരിപ്രസാദ്. ഞാൻ ഇരട്ടപ്പെട്ട എന്റെ അമ്മ ഇരട്ടപ്പെട്ട താന്തോന്നിയായ എന്റെ സ്വന്തം അനുജൻ. ഇന്ന് ബോളിവുഡ് റീമേക്കുകളാൽ നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ മിക്കവാറും ചിത്രങ്ങൾ പരാജയപ്പെടുകയാണ്. എന്താണ് ഇതിന് കാരണം? ഒരു പ്രധാന കാരണം OTT പ്ലാറ്റ്ഫോമുകളാണ്. മിക്കവാറും എല്ലാ സിനിമകളും ഇപ്പോൾ വിവിധ ഭാഷകളിൽ ഡബ് ചെയ്തോ സബ്ടൈറ്റിലുകളോടെയോ ലഭ്യമാണ്. അതുകൊണ്ട് ബോളിവുഡ് ഒരു പുതിയ റീജിയണൽ ഹിറ്റ് റീമേക്ക് ചെയ്യുമ്പോൾ പ്രേക്ഷകർ അത് ഇതിനകം കണ്ടുകഴിഞ്ഞിരിക്കും. പ്രത്യേകിച്ച് പുതുമകളൊന്നും ഇല്ലാത്തപ്പോൾ എന്തിന് അതേ കഥ വീണ്ടും കാണണം? ഇവിടെയാണ് യഥാർത്ഥ പ്രശ്നം. അഡാപ്റ്റേഷൻ അഥവാ അനുരൂപീകരണം. ഒരു സിനിമ റീമേക്ക് ചെയ്യുന്നത് ഒരു കലയാണ്. യഥാർത്ഥ സിനിമയുടെ ആത്മാവിനെ മനസ്സിലാക്കുന്ന ഒരു സംവിധായകൻ ഇതിനാവശ്യമാണ്. ഇന്ന് വലിയ സ്റ്റുഡിയോകൾ റീമേക്ക് അവകാശങ്ങൾ വാങ്ങുന്നത് പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗമായി മാത്രമാണ് കാണുന്നത്. കഥയുടെ മൂല്യത്തോട് അവർക്ക് താല്പര്യമില്ല. മികച്ച റീമേക്കുകളുടെ ചില ഉദാഹരണങ്ങൾ. നമുക്ക് ചില മികച്ച അഡാപ്റ്റേഷനുകൾ നോക്കാം. ഒരു മനുഷ്യൻ ആത്മഹത്യാ പ്രവണതയുള്ള ഒരു സ്ത്രീയെ കണ്ടുമുട്ടുന്നു. അവർ അടുക്കുന്നു. ഒരു ദിവസം അവൾ മരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നു. പിന്നീട് ആ മനുഷ്യൻ അവളെ വീണ്ടും കാണുന്നു. മരിച്ച സ്ത്രീ മറ്റൊരാളായിരുന്നെന്നും സംഭവം ഒരു കൊലപാതകത്തിന്റെ മറയാണെന്നും പിന്നീട് തെളിയുന്നു. ആൽഫ്രഡ് ഹിച്ച്കോക്കിന്റെ സൈക്കോളജിക്കൽ ത്രില്ലറായ വെർട്ടിഗോയുടെ കഥയാണിത്. എന്നാൽ ഇതേ കഥ മന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന മലയാളം കോമഡി ചിത്രത്തിലും കാണും. സിദ്ദിഖ്ലാൽ ടീമിന്റെ ഈ അഡാപ്റ്റേഷൻ ഒരു മാസ്റ്റർപീസാണ്. ഒരു കഥയുടെ ആത്മാവിനെ ഒരു പുതിയ ജോണറിലേക്ക് എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് ഇത് കാണിക്കുന്നു. അഡാപ്റ്റേഷന്റെ മാസ്റ്റർമാർ പ്രിയദർശൻ, ബോളിവുഡ് റീമേക്കുകളുടെ മാസ്റ്റർ. ദർശൻ സിനിമകൾ വെറും റീമേക്ക് ചെയ്യുകയല്ല, അദ്ദേഹം അവയെ പുതിയ രൂപത്തിൽ പുനർനിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമയുടെ റീമേക്കായ ഹേരാഫേരി എടുത്തുനോക്കൂ. അദ്ദേഹം അടിസ്ഥാന കഥ നിലനിർത്തിക്കൊണ്ട് ഹിന്ദി പ്രേക്ഷകർക്ക് അനുയോജ്യമായ രീതിയിൽ സിനിമയുടെ സ്വഭാവവും പശ്ചാത്തലവും കഥാപാത്രങ്ങളെയും മാറ്റി. നാടകസംഘം ഒരു ഗാരേജായി മാറി. ആഴമുള്ള വൈകാരികതയ്ക്ക് പകരം ചിരിപ്പിക്കുന്ന തമാശകൾക്ക് പ്രാധാന്യം നൽകി. എന്നിട്ടും സിനിമയുടെ ആത്മാവ് നഷ്ടപ്പെട്ടില്ല. മണിച്ചിത്രത്താഴിന്റെ റീമേക്കായ ഭൂൽ ഭുലയ്യയിലും ഇതുതന്നെയാണ് സംഭവിച്ചത്. ഒരു സൈക്കോളജിക്കൽ ത്രില്ലറിനെ അദ്ദേഹം ഒരു ഹൊറർ കോമഡി ബ്ലോക്ക് ബസ്റ്ററാക്കി മാറ്റി. യഥാർത്ഥ സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ ഒരാളായിരുന്നതുകൊണ്ട് അതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. അത് ബോളിവുഡിനു വേണ്ടി ഭംഗിയായി മാറ്റിയെടുത്തു. പേടിപ്പിക്കുന്ന നിമിഷങ്ങളും ചിരിപ്പിക്കുന്ന രംഗങ്ങളും ഒരുമിച്ച് ചേർത്തു. ഒരു സിനിമയുടെ ആത്മാവ് മനസ്സിലാക്കി
അത് മറ്റൊരു സംസ്കാരത്തിന് അനുയോജ്യമാകുന്ന രീതിയിൽ മാറ്റിയെടുക്കുന്നതാണ് പ്രിയദർശന്റെ അഡാപ്റ്റേഷൻ ശൈലി. മോസ്റ്റ് ഓഫ് ദ റീമേക്ക് ഫിലിംസ് ഇന്ത്യയിലെ ഫ്ലോപ്സ് ആണ്. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പല മലയാള സിനിമകളും ഹിന്ദി അവിടേക്ക് പോകുമ്പോൾ പൊട്ടിപ്പോയിട്ടുണ്ട്. പലതല്ല, എൻ്റെ അറിവിൽ ഞാൻ ചെയ്യാത്തതായ ഒരു സിനിമ അവിടെ ഓടിയിട്ട് എനിക്കറിയില്ല, ഓടിയിട്ടുള്ളതായിട്ട്. കാരണം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ തന്നെ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഇന്ത്യയിൽ ചെയ്തു. ആ സിനിമ ഓടിയില്ല. ആ സിനിമയ്ക്ക് ശേഷമാണ് എനിക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായത്, നമ്മുടെ സംസ്കാരത്തിനും അവരുടെ സംസ്കാരത്തിനും വ്യത്യാസമുണ്ട്. ആ സംസ്കാരത്തിന് അറിയുന്ന രീതിയിൽ നമ്മൾ ഈ സിനിമ ഈ ഒരു ഭാഷയിൽ നിന്നൊരു കഥ എടുത്തുകൊണ്ട് മറ്റു ഭാഷയിലേക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അത് അവരുടെ സിനിമയാണെന്ന് തോന്നുന്നു. വേഷവിധാനത്തിൽ, അവരുടെ ആചാരങ്ങളിൽ, അവരുടെ സ്വഭാവത്തിൽ, ക്യാരക്ടർ മൂവ്മെൻറ്റിൽ എല്ലാം തോന്നണം. അങ്ങനെ തോന്നിക്കുന്നിടത്തോളം കാലം ഞാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കണം ഞാൻ ചെയ്ത മാക്സിമം ഹിന്ദി സിനിമകളും പല ഭാഷയിൽ നിന്നും ചെയ്തിട്ടുള്ളത്. റീമേക്കുള്ള സിനിമകളെല്ലാം വർക്കൗട്ടായത് അതുകൊണ്ടാണ്. ഒരു മോഞ്ചിലിക, അതായത് ഒരിക്കലും മോഞ്ചിലിക എന്ന് പറയുന്നത് നമ്മുടെ നാഗവല്ലിയാണ്, ബംഗാളി നർത്തകിയാണ് എന്ന് ആക്കിയെടുത്തില്ലാതെ തമിഴിലെ ഒരു പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഹിന്ദി ഓഡിയൻസ് തന്നെ ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇതിന് മാറ്റിയെടുക്കുക, അതിൻ്റെ അറ്റ്മോസ്ഫിയർ മാറ്റുക, അത് രാജകുടുംബമാക്കുന്നത് എങ്ങനെയിരിക്കണം, അവർക്ക് തോന്നണം ഇത് നോർത്ത് ഇന്ത്യയിൽ തന്നെ സംഭവിച്ച ഒരു കഥയായിട്ട് തോന്നണം. ഒരുപാട് കാര്യങ്ങൾ ഒരു കഥ പറിച്ചു നടുകയെന്നേ ഉള്ളൂ. അമൽ നീരദിന്റെ റീമേക്കുകൾക്ക് കഥയേക്കാൾ പ്രാധാന്യം ശൈലിക്കാണ്. ലോക സിനിമകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹം തന്റേതായ തനത് ശൈലി സിനിമകളിൽ കൊണ്ടുവരുന്നു. സ്ലോ മോഷൻ, മൂഡി ലൈറ്റിംഗ്, സ്റ്റൈലൈസ്ഡ് ആക്ഷൻ എന്നിവയെല്ലാം അതിൽപ്പെടും. ഫോർ ബ്രദേഴ്സിനെ ആസ്പദമാക്കി ചെയ്ത ബിഗ് ബി എന്ന സിനിമ നോക്കൂ. കൊച്ചിയിലെ തെരുവുകളുമായി ബന്ധപ്പെടുത്തി ഒരു തന്മയത്വമുള്ള സിനിമാറ്റിക് രൂപം അദ്ദേഹം അതിന് നൽകി. അതൊരു റീമേക്ക് എന്നതിലുപരി ഒരു കൾട്ട് ക്ലാസിക് പോലെയാണ് പ്രേക്ഷകർക്ക് അനുഭവപ്പെട്ടത്. അമൽ കഥകൾ വീണ്ടും പറയുകയല്ല, അവയെ തന്റേതാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ സിനിമകൾ യഥാർത്ഥ ചിത്രത്തിന്റെ ഒരു അപ്ഗ്രേഡ് പോലെ തോന്നും. കൂടുതൽ മിഴിവുള്ളതും മികച്ച അന്തരീക്ഷമുള്ളതും തന്റേതായ തനിമയുള്ളതുമാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ. റീമേക്കുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? റീമേക്കുകൾ ശരിയായി ചെയ്താൽ അവ പുതിയതും രസകരവും ചിലപ്പോൾ യഥാർത്ഥ ചിത്രത്തേക്കാൾ മികച്ചതുമായിരിക്കും. എന്നാൽ മടിപിടിച്ച് ചെയ്താൽ അവ ഓർമ്മയിൽ നിൽക്കാത്ത വെറും കോപ്പികൾ മാത്രമായിരിക്കും. കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ ഡീപ് ഡൈവുകൾക്കായി എസ്സേ ഓൺ സിനിമ സബ്സ്ക്രൈബ് ചെയ്യുക.